മലബാർ പോത്ത് ഫാമിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പോത്തുകൾക്ക് പനി ഉണ്ടാകുമ്പോൾ ഗുളിക കൊടുക്കാനും അതുപോലെ തന്നെ വിരക്കുള്ള ഗുളിക കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ക്ഷീണം വരുമ്പോൾ മറ്റു അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് മരുന്നുകൾ കൊടുക്കും. ആ മരുന്നുകൾ കൊടുക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാനും അതെങ്ങനെ കൊടുക്കണം അതിന്റെ ഐറ്റംസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. മതി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. പുല്ലിൽ മുടഞ്ഞിട്ട് നല്ല രീതിയിൽ മുടയാം. ഓക്കെ, സ്ഥിരമായിട്ട് വൈക്കോല് നിന്ന പോത്തുകളാണെങ്കിൽ നമുക്ക് പച്ചപ്പുല്ലിലാക്കിയിട്ട് ഇതുപോലെ മുടഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് കൊടുക്കുന്ന രീതി ഇതുപോലെ നമുക്ക് പച്ചപ്പുല്ലിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പയത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഹോളിടുക, എന്നിട്ട് അതിലേക്ക് നമ്മുടെ മരുന്ന് ഗുളിക നല്ലവണ്ണം താത്തിയിട്ട് അറിയാത്ത രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ നമുക്ക് പയത്തിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പയത്തിൽ ഇപ്പൊ ഗുളിക വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വൈക്കോലിൽ മുടഞ്ഞിട്ട് നമ്മൾ പുല്ലിൽ മുടഞ്ഞതുപോലെ തന്നെ വൈക്കോലിൽ മുടഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സ്ഥിരമായിട്ട് പുല്ല് തിന്നുന്ന പച്ചപ്പുല്ല് തിന്നുന്ന പോത്തുകളാണ് നമുക്ക് ഇതുപോലെ തന്നെ വൈക്കോലിലാക്കിയിട്ട് മുടഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് തവിടില് ഗുളിക പൊടിച്ചിട്ടിട്ട് കുഴച്ചിട്ട് കൊടുക്കാനും പറ്റും. ഇതുപോലെ തവിടിലാക്കിയിട്ട് ഗുളിക പൊടിച്ച് തവിടിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ക്ലായിലാക്കിയിട്ട് പഴയ കാലത്ത് മുള കൊണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത്. ഈ ക്ലായ്, ഇതിന്റെ പേര് ക്ലായ് എന്നാണ്. ഇതിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മരുന്ന് വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ കലക്കിയിട്ട് ഇതിലേക്ക് ഫില്ലാക്കുക, അതിലേക്ക് നിറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ സൈഡ് ഭാഗത്തിലൂടെ മുൻവശത്തിലൂടെ കൈയിടാൻ പാടില്ല. സൈഡിലൂടെ കൈയിട്ടിട്ട് തിരികെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മുടെ കന്നുകാലികളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചാണ്, തൂക്കമനുസരിച്ച് അവർക്ക് എത്രമാത്രം തൂക്കമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത്. കന്നുകാലി വളർത്തുന്നവർക്ക് ഉപകാരപ്പെടുന്ന, പ്രയോജനപ്പെടുന്ന വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം.